ഡോക്ടർ, ക്യാൻസർ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ക്യാൻസറിനുള്ള കാരണങ്ങൾ ഒട്ടനവധി നിരത്തിയിട്ടുണ്ട്. അതിനകത്ത് ഒന്നെന്ന് പറഞ്ഞാൽ ഹെറിഡിറ്ററി ആയിട്ട് ക്യാൻസർ വരാം. മാതാപിതാക്കൾക്ക് ക്യാൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ മക്കൾക്ക് വരാനുള്ള സാധ്യത ഭയങ്കര ഹൈ ആണ്. ചില ക്യാൻസറുകൾ, പ്രത്യേക തരത്തിലുള്ള ക്യാൻസറുകളൊക്കെ. രണ്ടാമത്തേതായിട്ട് നമുക്കറിയാം, ഇപ്പം നമ്മുടെ ഈ ജീവിതശൈലി രോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആർട്ടിഫിഷ്യൽ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയാം പ്രിസർവ്ഡ് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസ്, നമുക്കറിയാം ഫ്രോസൺ ആയിട്ടുള്ള ഒരുപാട് ഫുഡ് മെറ്റീരിയൽസ് നമ്മൾ പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ചിക്കൻ ആണെന്നുണ്ടെങ്കിലും അതിനകത്ത് ഉണ്ടാക്കുന്ന കുറേ പലതരത്തിലുള്ള പദാർത്ഥങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മൾ അതിനകത്ത് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഒരുപാട് മിൽക്ക് പ്രൊഡക്ട്സുകൾ നമ്മൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്, പലതരങ്ങളിൽ ഇറങ്ങിയ കാര്യങ്ങളെല്ലാം. അതുപോലെ നമുക്കറിയാം ഈ ഒരുപാട് കളറിങ് ഏജൻസുകൾ ഉള്ള ഫുഡുകൾ നമുക്കറിയാം. പലയിടത്തും നമ്മൾ കോഴിക്കോടൊക്കെ ചെല്ലുവാണെങ്കിൽ അലുവ തന്നെ ഏതെല്ലാം കളറിലാണ് ഇരിക്കുന്നതെന്ന് നമുക്കറിയാം. അതൊക്കെ ഏതൊക്കെ കളറുകൾ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെന്നുള്ളത് നമുക്ക് ആർക്കും അറിയത്തില്ല. അതുപോലെ ബേക്കറിയിൽ കയറുവാണെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കളേഴ്സാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ കളറിങ് ഏജൻസുകളെല്ലാം ക്യാൻസറിന് കാരണമാണ്. ഈവൻ അമിതമായിട്ടുള്ള നമ്മുടെ സൺലൈറ്റ് പോലും അത് അൾട്രാവയലറ്റ് രശ്മികൾ, അതായത് ഓസോൺ ലെയറിനെ കുറിച്ച് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഓസോൺ ലെയർ ചുരുങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓസോൺ ലെയർ ചുരുങ്ങുന്നതനുസരിച്ചിട്ട് അതിനകത്ത് നമ്മുടെ അൾട്രാവയലറ്റ് രശ്മികൾ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ പതിക്കുകയും സ്കിൻ ക്യാൻസർ പോലത്തുള്ള ക്യാൻസറുകൾ കൂടുതലായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. ഈ അമിതമായിട്ട് ഫ്രിഡ്ജിൻ്റെ ഉപയോഗം തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കാരണം നമ്മുടെ ഈ ഫുഡ് പാർട്ടിക്കിൾസ്, നമ്മൾ പ്രിപ്പയർഡ് ഫുഡ് ഒരിക്കലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെയും ചൂടാക്കി കഴിക്കുന്നത് ഭയങ്കര അമിതമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കാരണങ്ങൾ നികത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ബിവറേജസുകൾ ഉണ്ടല്ലോ, ഈ പെപ്സി, കോള, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അമിതമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടാകാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിരത്തിയിട്ടുണ്ട് ഇങ്ങനെ ആൾക്കാർ ഇതിനു വേണ്ടിയിട്ടുള്ള കാരണങ്ങളായിട്ട്. പക്ഷേ എന്നാലും ചില കാരണങ്ങൾക്ക് അകാരണമായി കണ്ടുപിടിക്കാൻ പറ്റാത്ത ചില കാരണങ്ങളും ഇതിനുള്ളിലുണ്ട്.